നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളി 90 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. കുറച്ചു കാലത്തിനു ശേഷം ഒരു ഗോള് വഴങ്ങിയെങ്കിൽ എന്താ, കളി ജയിക്കുമല്ലോ എന്ന് ആശ്വസിച്ചിരുന്ന ആഴ്സണൽ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് സണ്ടർലൻഡിന്റെ നീക്കം അവരെ ഞെട്ടിച്ച് കളഞ്ഞുകൊണ്ട് അതാ ബ്രയാൻ ബ്രോബിയുടെ ഗോൾ പിറക്കുന്നു. സ്റ്റേഡിയം ഓഫ് ലൈറ്റിൽ തീ പറക്കുന്ന കാഴ്ച. അവസാന നിമിഷം ആഴ്സണലിനെ പൂട്ടി 2-2 സമനില. ബുക്കായ സാക്കയും ട്രൊസാർഡുമാണ് ആഴ്സണലിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയതെങ്കിൽ ബലാഡും ബ്രോബിയുമാണ് സണ്ടർലൻഡിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത്. ഈ മത്സരത്തിൽ അവർ ഗോള് കൺസീഡ് ചെയ്യുമ്പോൾ, ആഴ്സണൽ ഗോള് കൺസീഡ് ചെയ്യുമ്പോൾ 6 ആഴ്ചകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അവരൊരു ഗോള് കൺസീഡ് ചെയ്ത് നോക്കുക. 812 മിനിറ്റുകൾക്ക് ശേഷം ആഴ്സണൽ ഒരു ഗോള് കൺസീഡ് ചെയ്തു. എന്തായാലും വല്ലാത്തൊരവസ്ഥയിലേക്ക് സ്റ്റേഡിയം അങ്ങ് മാറി. മാഡ്നസ് അറ്റ് ദി സ്റ്റേഡിയം ഓഫ് ലൈറ്റ്. ആഴ്സണൽ ഇതാ ഒടുവിൽ സമനിലയിൽ കുരുങ്ങിയിരിക്കുന്നു. കുതിച്ചു പായുകയായിരുന്നു. ഈ സീസണിലെ അവരുടെ 2ാമത്തെ സമനിലയാണ് പ്രീമിയർ ലീഗിൽ. 2 സമനിലയും 1 തോൽവിയും 11 കളികളിൽ നിന്ന് 26 പോയിന്റോടെ പ്രീമിയർ ലീഗിൽ അവർ 1ാം സ്ഥാനത്ത് തന്നെ വാഴുകയാണ്. 11 കളികളിൽ നിന്ന് 20 പോയിന്റുള്ള ചെൽസിയാണ് 2ാം സ്ഥാനത്ത്. കളിയിൽ 36ാമത്തെ മിനിറ്റിൽ ബലാഡിലൂടെ സണ്ടർലൻഡാണ് ലീഡ് എടുത്തത്. എന്നാൽ 54ാമത്തെ മിനിറ്റിൽ ബുക്കായോ സാക്ക ആ ഗോൾ മടക്കിയെന്ന് മാത്രമല്ല 74ാമത്തെ മിനിറ്റിൽ ട്രൊസാർഡിന്റെ ഗോൾ കൂടി വന്നു. അങ്ങനെ ആഴ്സണൽ ലീഡ് എടുത്തു. ആഴ്സണൽ ഇതാ വിജയത്തിലേക്ക് എന്ന് തന്നെ തോന്നിച്ച നിമിഷമായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ബ്രയാൻ ബ്രോബിയുടെ ആ ഗോൾ പിറക്കുന്നതും മത്സരം 2-2 സമനിലയിൽ അവസാനിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.